ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ പല കായിക ഇനങ്ങളിലും പ്രസിദ്ധരായ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കിയാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലെ പ്രധാന താരങ്ങളെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിൽ അത്ലറ്റിക്സിൽ നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്ന ആളാണ് നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആദ്യ താരമാണ് നീരജ് ചോപ്ര. 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയത്. അത് തന്നെ ജാവലിൻ ത്രോയ്ക്കാണ് ആൾക്ക് പ്രൈസ് കിട്ടിയത്. ഈ ജാവലിൻ ത്രോ എന്ന ഐറ്റത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് എന്ത് കിട്ടുന്നത്, ഗോൾഡ് മെഡൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നീരജ് ചോപ്രയുടെ പേര് ആ സമയം തുടങ്ങി ഭയങ്കരമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. ഇനി അത്ലറ്റിക്സിൽ ജൂനിയർ ലോക റെക്കോർഡ് നേടിയ താരമാണ് നീരജ് ചോപ്ര. ഇനി ഇത് കൂടാണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാവലിൻ ത്രോയിൽ അതുവരെ അധികം സമ്മാനങ്ങളൊന്നും ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു നീരജ് ചോപ്രയുടെ വരവോടുകൂടിയാണ് നമ്മൾ ഏതൊക്കെ കണ്ടു, കോമൺവെൽത്ത് കണ്ടു, അത്ലറ്റിക്സ് ജൂനിയർ റെക്കോർഡ് കണ്ടു, ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ. ഇത് മൂന്നും നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. ഓക്കെ, ഇനി 2016 IAAF ലോക അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ 86.48 മീറ്റർ റെക്കോർഡ് ദൂരത്തോടെയാണ് ഇദ്ദേഹം സ്വർണം നേടിയിട്ടുള്ളത്. 2018 ജക്കാർത്തയിലെ ഏഷ്യൻ ഗെയിംസിലും 2018 കോമൺവെൽത്ത് ഗെയിംസിലും ജാവലിൻ ത്രോ വിഭാഗത്തിൽ ഇദ്ദേഹത്തിന് സ്വർണം ലഭിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം 2020 ഒളിമ്പിക്സിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് വികാസ് ഗൗഡയെ കുറിച്ചാണ്. വികാസ് ഗൗഡ ഇന്ത്യയുടെ ഡിസ്കസ് ത്രോ താരമാണ് വികാസ് ഗൗഡ. 2014 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഡിസ്കസ് ത്രോയില് സ്വർണം ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഓക്കെ, ഡിസ്കസ് ത്രോ താരമാണ് വികാസ് ഗൗഡ. ഇനി 2013-15 വർഷങ്ങളിൽ നടന്നിട്ടുള്ള ഏഷ്യൻ ചാമ്പ്യൻഷിപ്പില് ഡിസ്കസ് ത്രോയിൽ ഇദ്ദേഹത്തിന് സ്വർണം ലഭിച്ചിട്ടുണ്ട്. 2017 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ അത്ലറ്റിക്സ് വിഭാഗത്തിൽ കണ്ടത്. ആരൊക്കെയായിരുന്നു അത്ലറ്റിക്സ് വിഭാഗത്തിൽ കണ്ടവര്? മിൽഖ സിംഗിനെ കണ്ടു. പറക്കും സിംഗ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. റോം ഒളിമ്പിക്സിൽ നിസ്സാര സമയത്തിന്റെ വ്യത്യാസത്തിൽ ഇദ്ദേഹത്തിന് വെങ്കല മെഡൽ നഷ്ടമായിരുന്നു. ഇനി അതുപോലെ രണ്ടാമത് നമ്മൾ പരിചയപ്പെട്ടത് ഹിമ ദാസ്, ദിങ് എക്സ്പ്രസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് നീരജ് ചോപ്ര. നീരജ് ചോപ്രയുടെ ഐറ്റം ഏതായിരുന്നു? ജാവലിൻ ത്രോ ആണ്. ഇനി വികാസ് ഗൗഡ എന്ന് പറയുന്നത് ഡിസ്കസ് ത്രോ താരമാണ്. ഇത്രയും പേരാണ് അത്ലറ്റിക്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. അടുത്തത് ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട പേരാണ് പ്രകാശ് പദുക്കോൺ. പ്രകാശ് പദുക്കോണിനെ പരിചയം നേരിട്ടുണ്ടാവാം, പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ദീപിക പദുക്കോണിന്റെ ഫാദറാണ് പ്രകാശ് പദുക്കോൺ. ഓക്കെ, ഓൾ ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. അപ്പോൾ 1980-90 കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ബാഡ്മിന്റന്റെ ഫേസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പേരാണ് പ്രകാശ് പദുക്കോൺ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം. 1981 നടന്ന ബാഡ്മിന്റൺ വേൾഡ് കപ്പിലും 1978 കോമൺവെൽത്ത് ഗെയിംസിലും പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ ഇദ്ദേഹത്തിന് സ്വർണം ലഭിച്ചിട്ടുണ്ട്. 1982 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാഡ്മിന്റണിൽ ഏറ്റവും അധികം കേൾക്കുന്ന പേരാണ് പുല്ലേല ഗോപീചന്ദ്. ഇദ്ദേഹത്തിന്റെ ഒരു അക്കാഡമിയിലൊക്കെ പഠിച്ചു വളർന്നിട്ടുള്ള കുറെ പേര് പിന്നീട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സൈന നെഹ്വാൾ, PV സിന്ധു, ഇതൊക്കെ പുല്ലേല ഗോപീചന്ദിന്റെ ശിഷ്യന്മാരാണ്.
പ്രകാശ് പതുക്കോണിന് ശേഷം ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ആദ്യ ഇന്ത്യക്കാരനാണ് പുല്ലേല ഗോപിചന്ദ്. നിലവിലെ ഇന്ത്യയുടെ ദേശീയ ബാഡ്മിന്റൺ കോച്ചാണ് ഇദ്ദേഹം. ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിട്ടുള്ള സൈന നെഹ്വാൾ, PV സിന്ധു ഇവർ രണ്ടുപേരുടെയും പരിശീലകനാണ്. 1998 ക്വാലാലംപൂർ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വിഭാഗത്തിൽ സിംഗിൾസിൽ ഇദ്ദേഹം വെങ്കലം നേടിയിട്ടുണ്ട്. ഇതോടൊപ്പം ടീം വിഭാഗത്തിൽ വെള്ളി മെഡലും നേടിയിട്ടുണ്ട്. അപ്പൊ സിംഗിൾസിൽ വെങ്കലം, ടീമിൽ വെള്ളി മെഡൽ. ഇനി ഇത് കൂടാണ്ട് അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അർജുന അവാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കൂട്ടാ. ഇനി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. പത്മശ്രീ, ദ്രോണാചാര്യ അവാർഡ്, പത്മഭൂഷൺ, ഇത്തരം അവാർഡ്സ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സൈന നെഹ്വാളാണ്. അപ്പോൾ മൂന്നാമത്തെ താരമാണ് സൈന നെഹ്വാൾ. രണ്ടുപേരെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രകാശ് പതുക്കോണും പുല്ലേല ഗോപിചന്ദും. മൂന്നാമത്തെ താരമാണ് സൈന നെഹ്വാൾ. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ സൈന 3 തവണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ലോക ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? സൈന നെഹ്വാൾ. ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് വന്ന വനിത, ഇന്ത്യൻ വനിത കേട്ടോ. ഇനി ഇതല്ലാണ്ട് മറ്റു പ്രധാന നേട്ടങ്ങൾ നോക്കിക്കോളൂ. 2010 കോമൺവെൽത്ത് ഗെയിംസില് വനിതാ സിംഗിൾസ് വിഭാഗത്തിൽ സ്വർണം. 2018 കോമൺവെൽത്ത് ഗെയിംസില് വനിതാ സിംഗിൾസിൽ സ്വർണം. ഇതേ ഗെയിമിൽ 2018 തന്നെ മിക്സഡ് ടീം വിഭാഗത്തിൽ സ്വർണവും നേടി. ഇനി സൈന നെഹ്വാൾ എഴുതിയ പ്രധാന പുസ്തകമാണ് പ്ലേയിങ് ടു വിൻ. ഇനി സൈന നെഹ്വാളിന്റെ ജീവിതകഥ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയാണ് സൈന. അത് സംവിധാനം ചെയ്തത് അമോൾ ഗുപ്തയാണ്. സൈന നെഹ്വാളിന്റെ വേഷം അഭിനയിച്ചത് പരിണീതി ചോപ്രയാണ്. ഇനി പ്രധാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അർജുന അവാർഡ്, പത്മശ്രീ, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, പത്മഭൂഷൺ. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എത്രാമത്തെ താരാണ്? 3 പേരെ കണ്ടു, അടുത്തത് 4. ഓക്കെ, 4ാമത്തെ താരാണ് PV സിന്ധു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, പുല്ലേല ഗോപിചന്ദ് അക്കാഡമിയിലാണ് ഇവർ പഠിച്ചത്. അപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1ലേറെ തവണ മക്കാവു ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം നേടുന്ന ഏക താരമാണ് PV സിന്ധു. വേൾഡ് ടൂർ ഫൈനൽസിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PV സിന്ധു. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പില് ജപ്പാന്റെ ഈ പേരൊന്ന് ഓർത്തു വെക്കണം കേട്ടോ, നൊസോമി ഒക്കുഹാര. അന്നത്തെ 1ാം നമ്പർ താരമായിരുന്നു നൊസോമി ഒക്കുഹാര. ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ഇനി 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതാ ബാഡ്മിന്റണിൽ വെങ്കലവും 2016 റിയോ ഒളിമ്പിക്സിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ വെള്ളി മെഡലും കരസ്ഥമാക്കി. പത്മഭൂഷൺ, രാജീവ് ഗാന്ധി ഖേൽരത്ന, പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് കിഡംബി ശ്രീകാന്തിനെ കുറിച്ചാണ്. കിഡംബി ശ്രീകാന്ത് പുരുഷന്മാരുടെ ലോക ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെ ഇന്ത്യൻ താരമാണ് കിഡംബി ശ്രീകാന്ത്. ആദ്യമായിട്ട് 1ാം റാങ്കിൽ എത്തിയത് പ്രകാശ് പതുക്കോണാണ്. കമ്പ്യൂട്ടർ റാങ്കിംഗ് നിലവിൽ വന്നതിന് ശേഷം 1ാം റാങ്കിൽ എത്തുന്ന ഇന്ത്യൻ താരമാണ് കിഡംബി ശ്രീകാന്ത്. ഇനി ഒരു കലണ്ടർ വർഷത്തില് 4 സൂപ്പർ സീരീസ് കിരീടങ്ങൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഇദ്ദേഹം. 2018 കോമൺവെൽത്ത് ഗെയിംസില് മിക്സഡ് ടീം വിഭാഗത്തിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു. ഇതേ 2018 തന്നെ പുരുഷ സിംഗിൾസില് വെള്ളി മെഡലും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2018 പത്മശ്രീ നൽകി രാജ്യം ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. നമ്മൾ ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ടത് ആരൊക്കെയാണ്? പ്രകാശ് പതുക്കോൺ ഉണ്ട്, പുല്ലേല ഗോപിചന്ദ് ഉണ്ട്, സൈന നെഹ്വാൾ ഉണ്ട്, PV സിന്ധു ഉണ്ട്, കിഡംബി ശ്രീകാന്ത് ഉണ്ട്. ഇത്രയും വേറെ പേരുകളെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? അങ്ങനെ സംശയം വരാൻ പാകത്തിനൊന്നും പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല എന്നറിയാം. എങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഹോക്കി. ഹോക്കിയിൽ നമ്മൾ പരിചയപ്പെടുന്ന പേരാണ് ധ്യാൻചന്ദ്. ധ്യാൻചന്ദിന്റെ പേര് ഓർത്തു വെക്കണം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഹോക്കി മാന്ത്രികൻ, ഹോക്കി വിസാർഡ് എന്നറിയപ്പെടുന്ന കളിക്കാരനാണ് ധ്യാൻചന്ദ്. ഇന്ത്യൻ ഹോക്കിയിലെ വന്യ വയോധികൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹോക്കിയിലെ വന്യ വയോധികൻ എന്ന് പറഞ്ഞാൽ അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് എല്ലാവരും ഇദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നത്. ധ്യാൻചന്ദ് ഏത് ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയത്? ബെർലിൻ ഒളിമ്പിക്സിലാണ്, 1936. 1932 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ഇന്ത്യ അമേരിക്കയെ 24-1 പരാജയപ്പെടുത്തി റെക്കോർഡ് ഇട്ടു. ഇതുവരെ അങ്ങനെ 24-1 എന്നുള്ള ഗംഭീര തോൽവിയൊന്നും ഒരു ടീമും നേരിട്ടിട്ടുണ്ടാവില്ല. അന്ന് അമേരിക്കനെ 24-1 എന്ന നിലയിൽ പരാജയപ്പെടുത്തിയാണ് ഇവര് മുന്നോട്ട് വന്നത്. ആ റെക്കോർഡ് ഇന്നും നിലനിൽക്കുന്നതാണ്. ഇനി ധ്യാൻചന്ദ് ഹോക്കിയിൽ 400-ലധികം ഗോളുകൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ദ ഗോൾ. ഇനി ധ്യാൻചന്ദിന്റെ പ്രതിമയുള്ള വിദേശ നഗരമാണ് വിയന്ന. വിയന്ന എന്ന് പറയുന്നത് ഓസ്ട്രിയ എന്ന രാജ്യത്തിലെ സ്ഥലമാണ്. ഇനി ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കപ്പെടുന്നത് ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29. ഇത് ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. ഓക്കെ, നമ്മളിപ്പോ പരിചയപ്പെട്ടത് ധ്യാൻചന്ദ്, ഹോക്കി മാന്ത്രികൻ അല്ലെങ്കിൽ ഹോക്കിയിലെ വന്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ധ്യാൻചന്ദാണ്. രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്ന പേരാണ് ധൻരാജ് പിള്ള. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ ഹോക്കി താരമാണ് ധൻരാജ് പിള്ള. രണ്ടാമത്തെ താരം സർദാർ സിംഗ് ആണ്. ഇനി 4 ഒളിമ്പിക്സിലും 4 ഏഷ്യൻ ഗെയിംസിലും 4 ലോകകപ്പിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ താരമാണ് ഇദ്ദേഹം. ഓക്കെ, 4 വെച്ചിട്ടാണ്. ഒളിമ്പിക്സ് 4, ഏഷ്യൻ ഗെയിംസ് 4, ലോകകപ്പ് 4. 1998 ഏഷ്യൻ ഗെയിംസിലും 2003 ഏഷ്യ കപ്പിലും ഇന്ത്യ ജയിക്കുമ്പോൾ അതിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ധൻരാജ് പിള്ളയായിരുന്നു. ഓക്കെ, ഇനി നോക്കുകോളൂ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഹോക്കിയിൽ 2 പേരുടെ പേരാണ് പഠിച്ചത്. ആരൊക്കെയാണ്? ധ്യാൻചന്ദ് കണ്ടു. രണ്ടാമത് കണ്ട ആളുടെ പേരെന്തായിരുന്നു? ധൻരാജ് പിള്ള. ഇനി നോക്കാം, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഷൂട്ടിംഗ്. അപ്പോ ഇന്ത്യക്ക് ഷൂട്ടിംഗ് ഇനത്തിൽ ഒളിമ്പിക്സിലൊക്കെ കാര്യമായിട്ട് സ്വർണ്ണ മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തുള്ള പ്രശസ്തരായ ഏതാനും താരങ്ങളുടെ പേരുകളും അവരുടെ പ്രത്യേകതകളും നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഒന്നാമത് നമ്മൾ പരിചയപ്പെടുന്നത് അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടിയ ആദ്യ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിലാണ് അഭിനവ് ബിന്ദ്ര സ്വർണം നേടിയത്. ഏത് ഐറ്റം എന്ന് നോക്കി വെച്ചോളൂ, 10 മീറ്റർ എയർ റൈഫിൾ. 2006 ലോക ചാമ്പ്യൻഷിപ്പിലും 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇദ്ദേഹത്തിന് സ്വർണം കിട്ടിയിട്ടുണ്ട്. 2000 അർജുന അവാർഡും 2001 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി, മൈ ഒബ്സസീവ് ജേർണി ടു ഒളിമ്പിക് ഗോൾഡ്. രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്ന പേരാണ് അഞ്ജലി ഭഗവത്. പ്രശസ്തയായിട്ടുള്ള ഇന്ത്യൻ വനിതാ ഷൂട്ടിംഗ് താരമാണ് അഞ്ജലി ഭഗവത്. ഒളിമ്പിക്സിലെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ ഷൂട്ടറാണ് അഞ്ജലി ഭഗവത്. 2002 നടന്ന മാഞ്ചസ്റ്റർ കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്വർണമാണ് ഇദ്ദേഹം നേടിയത്. ഇതിൽ ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിക്കോളൂ. അർജുന അവാർഡ്, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. ഇനി നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് ഏറ്റവും അധികം കേൾക്കുന്ന അഭിനവ് ബിന്ദ്ര എന്ന പേരിന് മുൻപ് ഷൂട്ടിങ്ങിൽ ഒരു രാജ്യാന്തര തലത്തിൽ ഒരു മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യക്കാരനാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. ഇന്ന് ഇദ്ദേഹം BJPയുടെ MP ആയിട്ട് പാർലമെന്റിൽ ഉണ്ടായിരുന്നു. ഈ മന്ത്രിസഭയിലാണോ മുമ്പത്തെ മന്ത്രിസഭയാണോ എന്ന് എനിക്കറിയില്ല, അതൊന്ന് കൺഫേം ആക്കണം.
ഇദ്ദേഹം ഉണ്ടായിരുന്നതായി. ഓക്കെ, വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് വെള്ളി മെഡൽ നേടിയിട്ടുള്ള ആദ്യ താരമാണ് ആരാണ്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. 2004 ഏതൻ ഒളിമ്പിക്സില് ഡബിൾ സ്ട്രാപ്പ് ഷൂട്ടിങ്ങിലാണ് ഇദ്ദേഹത്തിന് വെള്ളി മെഡൽ കിട്ടിയിട്ടുള്ളത്. ഡബിൾ സ്ട്രാപ്പ് ഷൂട്ടിംഗ്. ഓക്കെ, ഷൂട്ടിംഗ് തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് അറിയാലോ. നേരത്തെ നമ്മൾ എയർ റൈഫിൾ 10 മീറ്റർ കണ്ടായിരുന്നു, അതുപോലെ ഡബിൾ സ്ട്രാപ്പ് ഷൂട്ടിംഗ്, പിന്നെ അതുപോലെ ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾ ഒളിമ്പിക്സിന് സമയമാകുമ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഇന്ത്യയുടെ കായിക മന്ത്രിയായിട്ടുള്ള ആദ്യ കായിക താരമാണ് ഇത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ മന്ത്രിസഭയിലെ കായിക താരമായിരുന്നു എന്ന് തോന്നുന്നു, സോറി കായിക മന്ത്രി ആയിരുന്നു എന്ന് തോന്നുന്നു. അത് ഞാൻ കൺഫേം ആക്കിയിട്ട് ഇന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ കായിക മന്ത്രിയായിട്ടുള്ള ആദ്യ കായിക താരമാണ് ആര്? ഈ പറഞ്ഞ വ്യക്തി. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഒന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സഹമന്ത്രിയായും കായിക മന്ത്രിയായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിലാണ് ഇദ്ദേഹം എന്തായിരുന്നത്? കായിക മന്ത്രിയായിരുന്നു. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന പുരസ്കാരങ്ങൾ, ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ നോക്കിക്കോളും. അർജുന അവാർഡ്, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഗഗൻ നാരംഗ്. രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഷൂട്ടിങ്ങിൽ ഒരു മെഡൽ കൊണ്ടുവന്ന താരമാണ് ഗഗൻ നാരംഗ്. 2006 മെൽബൺ കോമൺവെൽത്ത് ഗെയിംസ് ഷൂട്ടിങ്ങിൽ 4 സ്വർണം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ വെങ്കലം നേടി. 2011 രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മള് ഇന്ത്യയില് അധികം ആളുകള് മെഡൽ നേടിയിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് ജിംനാസ്റ്റിക്സ്. അതില് ഫൈനലിലെങ്കിലും, ഒളിമ്പിക്സിൽ ഫൈനലിൽ പോലും അങ്ങനെ ഇന്ത്യ എത്താറില്ല. എന്നാൽ 2016 റിയോ ഒളിമ്പിക്സില് ജിംനാസ്റ്റിക്സിലെ ഫൈനലിൽ എത്തിയ വനിതാ താരമാണ് ദീപ കർമാക്കർ. 2016 റിയോ ഒളിമ്പിക്സിൽ കേട്ടോ. ഇനി വേൾഡ് ക്ലാസ് ജിംനാസ്റ്റ് അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റിക് കായിക താരമാണ് ദീപ കർമാക്കർ. കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് 2014. 2016 രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇനി ക്രിക്കറ്റ്, കേരളത്തിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ള ഏതാനും വ്യക്തികളെ കുറിച്ചുകൂടി നമുക്കറിയണം. അതിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പേരാണ് ടിനു യോഹന്നാൻ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്തിയ ആദ്യ മലയാളിയാണ് ടിനു യോഹന്നാൻ. അതുപോലെ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആദ്യ കേരളീയനാണ് ടിനു യോഹന്നാൻ. പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചയം ആരെയായിരിക്കും? എസ് ശ്രീശാന്തിനായിരിക്കും. എസ് ശ്രീശാന്തിന് മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്തിയ മലയാളിയാണ് ആര്? ടിനു യോഹന്നാൻ. രണ്ടാമതാണ് ആരെത്തുന്നത്? എസ് ശ്രീശാന്ത് എത്തുന്നത്. എസ് ശ്രീശാന്തിന്റെ അപരനാമമാണ് കേരള എക്സ്പ്രസ്. കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാരാണ്? എസ് ശ്രീശാന്താണ്. ലോകകപ്പ് ക്രിക്കറ്റ് 2011 കളിച്ച ആദ്യ മലയാളി താരമാണ് ഇദ്ദേഹം. അതുപോലെ ഏകദിന ലോകകപ്പും 2020 ലോകകപ്പും വിജയിച്ച ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു എസ് ശ്രീശാന്ത്. രഞ്ജി ട്രോഫിയിൽ 2004-2005 ഹാട്രിക് നേടിയ ആദ്യ മലയാളി താരം. അതുപോലെ ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിൽ 50 വിക്കറ്റിലധികം നേടുന്ന ആദ്യ മലയാളിയാണ് ഇദ്ദേഹം. ഇനി ഇവർക്കൊക്കെ ശേഷം ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ താരം സഞ്ജു സാംസൺ. മലയാളിയായിട്ടുള്ള ക്രിക്കറ്റ് താരമാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് ഇദ്ദേഹം. ഓക്കെ, മലയാളി ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗില് IPL ടീം ക്യാപ്റ്റനായിട്ട് നിയമിതനാകുന്ന ആദ്യ മലയാളി താരമാണ് ആര്? സഞ്ജു സാംസൺ. ഏതാണ് ടീം? രാജസ്ഥാൻ റോയൽസിനാണ്. ഓക്കെ, ഇപ്പൊ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് സഞ്ജു സാംസൺ. ഇനി 2013 IPL അർദ്ധ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും ഇദ്ദേഹത്തിനുണ്ട്. ഇതിനുശേഷം 2019 റിയാൻ പരാഗ് ഈ റെക്കോർഡിനെ മറികടന്നിട്ടുണ്ട്. ഇനി IPL
ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ കളിയിൽ തന്നെ സെഞ്ചുറി നേടിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ. ഇദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ടുള്ള ഏത് ടീമിനായിരുന്നു? എന്തായിരുന്നു? രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു. ഓക്കെ, അതിലാണ് ഇദ്ദേഹം ആദ്യ കളിയിൽ തന്നെ എന്ത് നേടിയത്? സെഞ്ചുറി നേടിയത്. വിജയ് ഹസാര ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയും ആര് തന്നെയാണ്? സഞ്ജു സാംസൺ ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ, ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് വായിച്ചേ. നമ്മൾ ഏകദേശം പകുതിയോളം പോർഷൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് വായിക്കാം. വായിക്കാൻ സമയം തരുമ്പോൾ കൃത്യമായിട്ട് വായിച്ചോളൂ കേട്ടോ. നിങ്ങൾ ക്ലാസ്സിൽ റെസ്പോൺസ് കുറവാണ്. അപ്പോൾ റെസ്പോൺസ് ഒന്നുകിൽ ചാറ്റായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് ടേൺ ഓൺ ചെയ്തോ നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. വായിക്കാൻ സമയം തരുമ്പോൾ വായിക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അടുത്ത് പറയട്ടെ. ഇനി ഫുട്ബോളിലേക്കാണ് കിടക്കുന്നത്. ഫുട്ബോളില് കേരളത്തിൽ നിന്ന് പ്രശസ്തരായ താരങ്ങൾ ആരൊക്കെയുണ്ട്? ഒന്നാമത്തെ താരം IM വിജയൻ. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത്, കാല ഹിരൺ എന്നൊക്കെ അറിയപ്പെടുന്ന താരമാണ് ആര്? IM വിജയൻ. IM വിജയൻ അറിയാത്ത മലയാളികളൊന്നും ഉണ്ടാവില്ല അല്ലെ? അർജുന അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് ഇദ്ദേഹം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആദ്യ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഇദ്ദേഹമാണ്. ഓക്കെ, 1992 കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 97 കിട്ടിയിട്ടുണ്ട്. ദെൻ 2000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി 1999 സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ 12 സെക്കൻഡിൽ ഗോൾ നേടി ഫുട്ബോളിൽ ഏറ്റവും വേഗത്തിൽ ഗോൾ നേടുന്ന ആൾ എന്ന രാജ്യാന്തര റെക്കോർഡ് ഇദ്ദേഹത്തിന് സ്വന്തമായി. വെറും 12 സെക്കൻഡ് കൊണ്ടാണ് ഗോൾ നേടിയത്. ഇനി 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ 4 ഗോളുകൾ നേടി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഇദ്ദേഹം വിരമിച്ചിട്ടുണ്ട്. 79 രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നായി 40 ഗോളുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്നത് ജോപോൾ അഞ്ചേരിയാണ്. ഇപ്പോൾ ISLന്റെ ഒക്കെ കമന്റേറ്ററി കേൾക്കുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന പേരാണ് ജോപോൾ അഞ്ചേരി അല്ലെ? ഇന്ത്യയുടെ മുൻ രാജ്യാന്തര ഫുട്ബോൾ താരമാണ് ഇദ്ദേഹം. 1994 2004 വരെ ഇതിനിടയിലുള്ള കാലയളവിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇദ്ദേഹം അംഗമായിരുന്നു. 1994 2001 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി മൂന്നാം നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിയാണ് VP സത്യൻ. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനാണ് ആര്? VP സത്യൻ. 1995 സാഫ് ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം. ഇനി 92 കേരളം സന്തോഷ് ട്രോഫി നേടിയ ടീമിന്റെ ക്യാപ്റ്റൻ ഇദ്ദേഹം ആയിരുന്നു. ഇനി 93 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ദേശീയ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച്, സെലക്ടർ എന്നീ പദവികളും ഇദ്ദേഹം വഹിച്ചിരുന്നു. ഇനി VP സത്യന്റെ ജീവിതം ആസ്പദമാക്കി പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത സിനിമയാണ് ക്യാപ്റ്റൻ. ആ ചിത്രത്തിൽ VP സത്യനായിട്ട് വേഷമിട്ടത് നടൻ ജയസൂര്യയായിരുന്നു. ആ സിനിമയിലെ അഭിനയത്തിന് 2018 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ജയസൂര്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ ഹോക്കി ടീമിൽ കേരളത്തിൽ നിന്ന് പ്രശസ്തരായ ആരൊക്കെയുണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വ്യക്തിയാണ് PR ശ്രീജേഷ്. ശ്രീജേഷിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? ഇന്ത്യയുടെ മുൻ ഹോക്കി ടീം ക്യാപ്റ്റനും ഗോൾ കീപ്പറുമാണ്. നിലവിൽ ടീം അംഗമാണ്. ഇനി 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. മാനുവൽ ഫെഡറിക് 1972 മ്യൂണിക് ഹോക്കിയിൽ വെങ്കലം നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം?
ആര് പേര് പറയണം? മാനുവൽ ഫെഡറിക്കിന്റെ പേര് പറയണം. രണ്ടാമത്തെ താരമാണ് ആര്? പി ആർ ശ്രീജേഷ്. അത് ഏത് വർഷമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് കേട്ടോ. 2020 ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു അത്. അതിനു മുൻപ് കിട്ടിയിട്ടുള്ളത് മാനുവൽ ഫെഡറിക്കിനാണ്. ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ്. 2016 റിയോ ഒളിമ്പിക്സിലാണ് ഇദ്ദേഹം നയിച്ചത്. ആ സീസണിലെ ഏറ്റവും മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ധ്രുവ് ബത്ര അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ ധ്രുവ് ബത്ര അവാർഡ് ആരുടെ ഏത് ഐറ്റത്തിനുള്ളതാണ്? ഹോക്കിക്കുള്ളതാണ് കേട്ടോ. അർജുന അവാർഡും പിന്നീട് പത്മശ്രീയും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയാറുള്ള അത്ലറ്റിക്സ്. അത്ലറ്റിക്സിൽ കേരളത്തിൽ നിന്ന് കുറച്ച് പ്രശസ്തരായ താരങ്ങളുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പേരാണ് പി ടി ഉഷ. പി ടി ഉഷയുടെ 1-2 പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നു. പയ്യോളി എക്സ്പ്രസ്. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ. ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നു. ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നു. ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ആദ്യ മലയാളി വനിതയാണ് ആര്? പി ടി ഉഷ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പി ടി ഉഷ. ഈ അത്ലറ്റിക്സ് വിഭാഗത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എപ്പോഴും ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാവരും ഫൈനലിൽ എത്താറുണ്ട്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ 1984 കാലഘട്ടങ്ങളിൽ ആ സമയത്ത് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ ഫൈനലിൽ എത്തിയത് ആരാണ്? പി ടി ഉഷയാണ്. ഇനി ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയിട്ടുള്ളത് പി ടി ഉഷയാണ്. 1986 സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം, വെള്ളി നേടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മികച്ച അത്ലറ്റിനുള്ള സുവർണ പാതകം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? പി ടി ഉഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പി ടി ഉഷയ്ക്ക് 1984 ലോസ് ഏഞ്ചലസിൽ നടന്ന ഒളിമ്പിക്സിൽ സെക്കൻഡിന്റെ ഒരു അംശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, 100-1 അംശം, 1/100 അംശത്തിനാണ് വെങ്കല മെഡൽ നഷ്ടമായത്. അത്രയും ചെറിയ ടൈം ഡിഫറൻസിനാണ് വെങ്കല നഷ്ടമായത്. പി ടി ഉഷയുടെ കായിക പരിശീലകനാണ് ഒ എം നമ്പ്യാർ. പേരൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. പ്രധാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അർജുന അവാർഡ്, പത്മശ്രീ, ഇതൊക്കെയാണ്. ഇനി ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ്. പി ടി ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇനി ഇതുപോലെ തന്നെ പി ടി ഉഷയെ പോലെ തന്നെ പ്രശസ്തിയായ മറ്റൊരു താരമാണ് ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനൽ പ്രവേശിച്ച മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ലോസ് ഏഞ്ചലസിലാണ്. 800 മീറ്റർ ഓട്ടമായിരുന്നു ഐറ്റം. ഇനി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. 2 മിനിറ്റിനുള്ളിൽ 800 മീറ്റർ ഫിനിഷ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. ഇനി ഇവർക്ക് ലഭിച്ചിരിക്കുന്ന പുരസ്കാരങ്ങൾ നോക്കുക, അർജുന അവാർഡും പത്മശ്രീയും. ഇനി നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു പ്രധാന പേരാണ് അഞ്ജു ബോബി ജോർജ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ്. ഇനി ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പില് ലോങ് ജമ്പില് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ താരമാണ്. അത്ലറ്റിക്സില് ലോക റാങ്കിങ്ങില് ലോങ് ജമ്പില് 4ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള ഏക ഇന്ത്യൻ താരമാണ്. 2020 BCCയുടെ മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? അഞ്ജു ബോബി ജോർജിന് ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റു പ്രധാന പുരസ്കാരങ്ങൾ നോക്കിക്കോളൂ. അർജുന അവാർഡ്, പത്മശ്രീ, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം. നമ്മൾ 2 പേരെ കണ്ടു. ആരൊക്കെ കണ്ട്? പി ടി ഉഷനെ കണ്ടു, ഷൈനി വിൽസൺ. അടുത്തത് നമ്മൾ കാണുന്നതാണ് KM ബീനാമോൾ. ഇനി ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയാണ് KM ബീനാമോൾ. 3ാമത്തെ വനിത കേട്ടോ. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 1 സ്വർണവും 1 വെള്ളിയും നേടിയിട്ടുണ്ട്. 2002 ബുസാൻ ഏഷ്യൻ ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി. 2000 ഉക്രൈനിൽ കീവിൽ നടന്നിട്ടുള്ള രാജ്യാന്തര മീറ്റില് 400 മീറ്ററിൽ പി ടി ഉഷയുടെ 15 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് ആര് തിരുത്തി കുറിച്ചിട്ടുണ്ട്? ബീനാമോൾ തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന അവാർഡുകൾ നോക്കിക്കോളൂ. അർജുന അവാർഡ്, രാജീവ് ഗാന്ധി ഖേൽരത്ന, പത്മശ്രീ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത് KT ഇർഫാനെ കുറിച്ചാണ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ
ഇന്ത്യൻ അത്ലറ്റ് ആണ് ഇർഫാൻ. 2012 ഒളിമ്പിക്സിൽ 20 കിലോമീറ്റർ നടത്തത്തിലാണ് ഇദ്ദേഹം പങ്കെടുത്തത്. അതിലൊരു പുതിയ റെക്കോർഡ് ഇദ്ദേഹം കുറിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ 20 മിനിറ്റ് 21 സെക്കൻഡിൽ 10ാമതായിട്ടാണ് ഇദ്ദേഹം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു ഐറ്റമാണ് ടെന്നീസ് ഒക്കെ പോലെ തന്നെ ഉള്ളൊരു ഐറ്റമാണ് സ്ക്വാഷ്. സ്ക്വാഷ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ടെന്നീസൊക്കെ പരസ്പരം അടിച്ച് കളിക്കും അല്ലെ. ഇതിന് പകരം ഒരു ബോൾ ഉണ്ടാവും, ബോളുമേ അടിച്ചിട്ടായിരിക്കും കളിക്കുക. ഓക്കെ, ബോൾ ഹിറ്റ് ചെയ്യുന്നത് ഒരു ചുമരുമയായിരിക്കും. അങ്ങനെ ഈ ഒരു ഐറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളി താരമാണ് ദീപിക പള്ളിക്കൽ. സ്ക്വാഷ് ലോക റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദീപിക പള്ളിക്കൽ. പ്ലെയേഴ്സ് അസോസിയേഷന്റെ 3 ടൂർ കിരീടങ്ങൾ 2011 സ്വന്തമാക്കിയിട്ടുണ്ട്. 2014 18 ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. പ്രധാന പുരസ്കാരങ്ങൾ നോക്കിക്കോളൂ, അർജുന അവാർഡും പത്മശ്രീയാണ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് വൺ അവസാനത്തേക്ക് എത്താണ്, വോളിബോൾ. വോളിബോളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് ജിമ്മി ജോർജ്. ജിമ്മി ജോർജ് ആ പേര് കേൾക്കുമ്പോൾ ആരെങ്കിലും പേരായിട്ട് സമയം തോന്നണുണ്ടോ? ജിമ്മി ജോർജ്. നമ്മളിപ്പോ തന്നെ മറ്റൊരു ജോർജിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നമുക്ക്? നമുക്ക് ഓർമ്മയില്ലേ തൊട്ടുമ്പ് പറഞ്ഞത്? തൊട്ട് മുമ്പ് പറഞ്ഞ മറ്റൊരു കായിക താരത്തിന്റെ പേരും ആരുടെ പേരിനോട് സിമിലർ ആണ്? ജിമ്മി ജോർജിന്റെ പേരോട് സിമിലർ ആണ്. ആരാണെന്ന് പറയൂ. അഞ്ജു ബോബി ജോർജ്. ആ, അതന്നെ. അഞ്ജു ബോബി ജോർജിന്റെ സഹോദരനാണ് ജിമ്മി ജോർജ്. ലോകം കണ്ട എക്കാലത്തെയും മികച്ച മലയാളി വോളിബോൾ താരമാണ്. ഇറ്റലിയിലെ പ്രൊഫഷണൽ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ വോളിബോൾ താരമാണ് ഇദ്ദേഹം. ഇനി അർജുന അവാർഡ് നേടിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വോളിബോൾ താരം ഇദ്ദേഹമാണ്. 1985 ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഇദ്ദേഹം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. ടോട്ടല് 19 പേജോളായിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ. ഇതോടെ പ്രധാനപ്പെട്ട താരങ്ങൾ അവസാനിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. പുരസ്കാരങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം ഓരോ ഐറ്റത്തിലും പ്രധാനപ്പെട്ട താരങ്ങൾ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതുവരെയുള്ള പോർഷൻ ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ച് അവസാനിപ്പിക്കുക. നമ്മൾ സമയം തരുന്നത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത സെക്ഷനിലേക്ക് കടക്കാം, പ്രധാന അവാർഡുകൾ. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് സമയം തരാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ചോളൂ.
എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുകയാണ്. പ്രധാന താരങ്ങളെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ അല്ലെ? അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം.